ഒരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡിവിസിബിൾ ആണെന്ന്, അതല്ലെങ്കിൽ ഡിവിസിബിൾ അല്ല. എന്താണ് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ എക്സാമ്പിൾസ് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. 28 എന്ന നമ്പറിനെ ഞാൻ 2 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 2-ൽ 2 1 ടൈം, 1 into 2 is 2, 2 minus 2 is 0. 8 താഴോട്ട് എഴുതുന്നു. 8-ൽ 2 4 times, 4 into 2 is 8, 8 minus 8 is 0. ഇപ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടിയിട്ടുള്ളത്. 28 is divisible by 2 എന്ന് പറയാം നമുക്ക്. അപ്പോൾ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിവിസിബിൾ ആണ് എന്ന് പറയാം. 355 divided by 2. 1 into 2 is 2, 3 minus 2 is 1, 5 താഴോട്ട് എഴുതാം. 15-ൽ 2 7 times, 7 into 2 is 14, 5 minus 1 is 4, 1 minus 1 is 0, 5 താഴോട്ട് എഴുതാം. 15-ൽ 2 7 times, 7 into 2 is 14, 5 minus 4 is 1, 1 minus 1 is 0. 355 is not divisible by 2. എന്താ കാരണം? റിമൈൻഡർ വന്നു. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു നമ്പർ കണ്ടാൽ തന്നെ നമുക്ക് ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ട്രിക്കാണ് ഇവിടെ പറയുന്നത്. A number is divisible by 2 if it is an even number. Even number ആണോ അത് divisible by 2 ആയിരിക്കും. 2 4 6 8 0 ഇത്രയും നമ്പറുകൾ ഓരോ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട്, അതായത് വൺസിൻ്റെ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡിവിസിബിൾ ബൈ 2 ആണെന്ന്. കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. 398 എന്ന് എഴുതിയിട്ടുണ്ട്. വൺസിൻ്റെ പ്ലേസിൽ 8 ആണുള്ളത്. ഈവൻ നമ്പർ ആണല്ലോ. നോക്കൂ, ഇവിടെ 8 ഉണ്ടല്ലോ. 8 ഈവൻ നമ്പറാണ്. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി അടുത്തൊരു നമ്പർ നോക്കാം. 4065. 5 ഓഡ് നമ്പർ അല്ലേ, ഈവൻ നമ്പർ അല്ലല്ലോ. അപ്പോൾ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 2 അല്ല. 5646 വൺസിൻ്റെ പ്ലേസിലുള്ളത് ഈവൻ നമ്പറാണ്. മറ്റുള്ള നമ്പേഴ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. വൺസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണോ അത് ഈവൻ നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ് കേട്ടോ. 18422 ഇത് നോക്കൂ, ഇത് ഡിവിസിബിൾ ബൈ 2 ആണോ? ആണല്ലോ, ഈവൻ നമ്പർ അല്ലേ ലാസ്റ്റിലുള്ളത്. അപ്പോൾ എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, എത്ര ചെറിയ നമ്പർ ആയിക്കോട്ടെ, ലാസ്റ്റിൽ വരുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ്. ഈവൻ നമ്പർ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 2 അല്ല. ഫ്രാക്ഷൻസിൻ്റെ സിംപ്ലസ്റ്റ് ഫോമൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സിമ്പിൾ ഫോം ആക്കാനൊക്കെ നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 3 ഡിവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. 126 ഡിവിസിബിൾ ബൈ 3 ആണോ അല്ലേ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലെ എല്ലാ ഡിജിറ്റ്സും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 2 + 6. 1 + 2 is 3, 3 + 6 is 9. 9 3യുടെ ടേബിളിലുണ്ടല്ലോ. ഇതിലെ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറയാം. അപ്പം ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. 4673. ഇവിടെ 4 + 6 + 7 + 3 ചെയ്യാം നമുക്ക്. 4 + 6 10, 10 + 7 is 17, 17 + 3 is 20. അപ്പോൾ 20 ഡിവിസിബിൾ ബൈ 3 ആണോ? 3യുടെ ടേബിളിൽ 20 ഉണ്ടോ? ഇല്ലല്ലോ. ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3 അല്ല എന്ന് പറയാം. 14361. 1 + 4 + 3 + 6 + 1. 1 + 4 5, 5 + 3 8, 8 + 6 14, 14 + 1 15. 15 3യുടെ ടേബിളിലുണ്ടല്ലോ. 5 3s are 15 അല്ലേ. 14,361 ഈസ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാം നമുക്ക്. 46,736. 4 + 6 + 7 + 3 + 6.
4 plus 6 10, 10 plus 7 17, 17 plus 3 20, 20 plus 6 is 26. ഇനി ഈ നമ്പർ റീഡർ ടേബിളിലുണ്ടോ ഇല്ലേ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 plus 6ഉം ചെയ്യാം, ഇതിലെ ഡിജിറ്റ്സും ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 8 3യുടെ ടേബിളിലുണ്ടോ ഇല്ലല്ലോ. ഈ വരുന്ന ആൻസർ പിന്നെയും വലിയ വലിയ നമ്പേഴ്സാണ്. നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവണില്ല എങ്കിൽ നമുക്ക് അതിലെ ഡിജിറ്റ്സും ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്തതുപോലെ 2ഉം 6ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. അങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യായിരുന്നു 1ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും അല്ലേ. 6 3യുടെ ടേബിളിലുണ്ട്, 15ഉം 3യുടെ ടേബിളിലുണ്ട് എന്ന് നമുക്കറിയാലോ. അപ്പോൾ കൂട്ടുകാരെ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഈ ഡിവിസിബിലിറ്റി റൂൾസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4 പറയാൻ വേണ്ടിയും ഞാനൊരു എക്സാമ്പിൾ എഴുതി തന്നെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. 348 എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വൺസ് പ്ലേസിൽ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. ഇവിടെ ഈവൻ നമ്പർ ആണല്ലോ. ഫസ്റ്റ് ടെസ്റ്റ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കലാണ്. അടുത്ത ടെസ്റ്റ് ചെയ്യാം നമുക്ക്. അത് നമുക്ക് ലാസ്റ്റിലെ 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യണം. ഇവിടെ 48 ആണുള്ളത്. 4ഉം 8ഉം ഡിവിസിബിൾ ബൈ 4 ആണ്. നിങ്ങൾക്കറിയാലോ 4ൻ്റെ ടേബിളിലുള്ളതാണ് 48. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ 48ൻ്റെ ഹാഫ് എത്രയാണെന്നൊന്ന് നോക്കിയാലും മതി. 48ൻ്റെ ഹാഫ് നോക്കാനായിട്ട് 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 4ൽ 2 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടി. അതും ഒരു ഈവൻ നമ്പർ തന്നെ ആണെങ്കിൽ നമുക്കത് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണെങ്കിൽ 48നെ മാത്രം 4 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 4 is 4, 4 minus 4 is 0, 8 താഴോട്ട് വരും. 2 4s are 8, 8 minus 8 is 0. ഇങ്ങനെ നമുക്ക് വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ ഇത് വളരെ ഈസി ആയിരിക്കും. ലാസ്റ്റത്തെ 2 ഡിജിറ്റിനെ മാത്രം നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ, ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ ആണോ എന്ന്. ഓഡ് നമ്പർ ആണെങ്കിൽ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 4 അല്ല എന്ന് പറയാം കേട്ടോ. 295 വൺസിൻ്റെ പ്ലേസിൽ ആരാ, ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഡിവിസിബിൾ ബൈ 4 അല്ല എന്ന് പറയാം അല്ലേ. 4736. ആദ്യം തന്നെ നമ്മൾ 6 ഈവൻ നമ്പർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 36 ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കാനായിട്ട് 36നെ 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3ൽ 2 1 ടൈം, 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്, 2ൽ 2 1 ടൈം. ഇവിടെ ഇപ്പോൾ കിട്ടിയ ആൻസറും ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാം. പിന്നെ ഈ മെത്തേഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 36നെ 4 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാം. 4736നെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിനേക്കാൾ ഈസി ആയിരിക്കും 36നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ അല്ലേ. അടുത്തതായിട്ട് കുറച്ചുകൂടെ വലിയൊരു നമ്പർ നോക്കാം. 52678. ഇവിടെ 8 ആണ് ലാസ്റ്റിലുള്ളത്, ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 78നെ 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 78 ആണല്ലോ, അതെടുത്തിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7ൽ 2 3 ടൈംസ്, 1 ബാലൻസ്. 18ൽ 2 9 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമുക്കിവിടെ 39 ആണ് കിട്ടിയത്. 39 ഒരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ഇത് ഡിവിസിബിൾ ബൈ 4 അല്ല. 1540. ഇവിടെ നമുക്ക് ലാസ്റ്റ് 0 ആയതുകൊണ്ട് ഇത് ഈവൻ നമ്പറാണ്. അപ്പോൾ 40 നോക്കാം നമുക്ക്. 40യെ 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 40 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, എല്ലാവർക്കും അറിയാം 10 × 4 is 40 ആണെന്ന്. എന്നാലും നമ്മുടെ ഈ റൂൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് ചെയ്യുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. 4ൽ 2 2 ടൈംസ്, 0 എഴുതി. 2ൽ 2 1 ടൈം. 20 ഒരു ഈവൻ നമ്പറാണ് അല്ലേ. ഇനി അടുത്തൊരു നമ്പർ കൂടെ നോക്കാം നമുക്ക്. 5046. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. 46/2 ചെയ്ത് നോക്കാം. 4ൽ 2 2 ടൈംസ്, 6ൽ 2 3 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കിട്ടിയത് 23 എന്നാണ്. 23 ഒരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് 5046 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം അല്ലേ. എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ പറയണേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.